പ്രിയമുള്ളവർ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആധ്യാത്മികതയുടെ ലാളിത്യത്തെക്കുറിച്ച് പറഞ്ഞു. താഴോട്ട് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രതിബിംബം കാണാം, മുകളിലോട്ട് നോക്കിയാൽ യഥാർത്ഥ ചന്ദ്രനെ കാണാം. അതുപോലെ ബഹിർമുഖമായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഞാൻ ഭാവത്തിൽ ജീവിക്കുന്നു. അന്തർമുഖമായിട്ട് ജീവിക്കുകയാണെങ്കിൽ താൻ ഭാവത്തിൽ ജീവിക്കുന്നു. തന്നിലെ താൻ, ഞാനും താനും. ഇറ്റ്സ് വെരി സിമ്പിൾ. ആധ്യാത്മികത വളരെ വളരെ ലളിതമാണ്. എല്ലാവരും അറിയേണ്ടതാണ്, എല്ലാവരും നേടേണ്ടതാണ്, എല്ലാവരും അതിൽ സ്ഥിതി നേടേണ്ടതാണ്. എപ്പോൾ? മനുഷ്യ ശരീരത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന ഈ മഹത് സന്ദർഭത്തിൽ. ഏത് നിമിഷവും നമുക്ക് ഈ ശരീരത്തിൽ നിന്ന് വിട പറയേണ്ടി വരും. ആ സമയം മാത്രം നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് ചുറ്റുപാട് നടക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ വിലയിരുത്തിക്കോണം. ഓരോ മരണം കാണുമ്പോഴും കേൾക്കുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ജീവൻ പിരിയേണ്ടതാണ്, പിരിയാനുള്ളതാണ്. കൃത്യമായിട്ടും പിരിഞ്ഞിരിക്കും. ആ സമയം മാത്രം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനു മുൻപ് നേടേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം, ആരാണ് തൻ്റെ ഉള്ളിലിരിക്കുന്നത്, തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഈ നാമരൂപധാരിയായിട്ട് നടക്കുന്ന ഞാനാണോ എന്നിലെ യഥാർത്ഥ ഞാൻ? അതോ ആ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന നാമരൂപരഹിതമായ ആ ചൈതന്യ സ്വരൂപം, ആ സാക്ഷി ചൈതന്യം, അതല്ലേ എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് കേട്ട് 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 അത് ശരിയാണെന്ന് ബോധിച്ച് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉണരണം. ഉണർന്നാൽ മാത്രം പോരാ, നിരന്തര വിചാരത്തിലൂടെ ആ വസ്തുവിൽ സ്ഥിതി നേടണം. അതിനെയാണ് ബ്രാഹ്മി സ്ഥിതി എന്ന് പറയുന്നത്. ആർക്കുമാകാം. ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അത്, തത്വമസി. അത് മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കണം, കേട്ട് കേട്ട് അറിയണം. വേറൊരു മാർഗവുമില്ല. കർമ്മത്തിലൂടെ ഒന്നും നേടാൻ കഴിയില്ല. ഹോമം നടത്തിയാലോ ജപം നടത്തിയാലോ എന്തെല്ലാം കർമ്മങ്ങൾ ആധ്യാത്മികതയിലുണ്ടോ അതുകളിലൂടെ ഒന്നും ഇത് പ്രാപിക്കാൻ കഴിയുകയില്ല. അതെല്ലാം, ആ കർമ്മങ്ങളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ശുദ്ധീകരണ ക്രിയകൾ മാത്രം. സോളി ക്ലീനിങ് പ്രോസസ്സ്. എല്ലാം, സർവകർമ്മങ്ങളും. കർമ്മം കൊണ്ട് ഇതിനെ പ്രാപിക്കാനൊക്കില്ല. പിന്നെയോ അറിവിലൂടെ അറിയണം, തിരിച്ചറിയണം. റിൻസ എന്ന് പറയുന്ന ഒരു സെൻ ഗുരു അദ്ദേഹം തൻ്റെ ഗുരുവിനെ കാണാൻ പോയി. അദ്ദേഹം തൻ്റെ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി നിന്നെ കൊണ്ടുവരൂ. എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി നിന്നെ കൊണ്ടുവരൂ. ആ നിന്നെ കൊണ്ടുവരൂ എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? നിന്നിൽ ഏത് തരത്തിലെങ്കിലും ആ നീ ഉണ്ടെങ്കിൽ, നിനക്ക് നിന്നെ കൊണ്ടുവരാൻ സാധിച്ചാൽ നിനക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം. പക്ഷേ നിന്നിൽ നീ ഉണ്ടോ? നിന്നിൽ നീ ഇല്ല. നിന്നിൽ ഉള്ളതായിട്ടുള്ളത് എന്താണ്? ആ സത്യവസ്തു ഒന്നു മാത്രം. തത് ത്വമസി. ആ ഉള്ള വസ്തു ഏകം. എല്ലാവരിലും അതുതന്നെയാണ്. അവിടെ പണക്കാരനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളെ ഒന്നും അത് ബാധിക്കില്ല. എല്ലാവരുടെയും ശരീരത്തിൽ, സർവചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന അന്തര്യാമി, സർവവ്യാപിയായ സർവഭൂതസ്ഥമാത്മാനം, അതിനെ തിരിച്ചറിഞ്ഞ് അത് എന്നിലുമുണ്ട്,
അവനിലുമുണ്ട്, പട്ടിയിലുമുണ്ട്, പൂച്ചയിലുമുണ്ട്. പക്ഷേ പട്ടിക്ക് അതിനെ തിരിച്ചറിഞ്ഞ് സ്വയം ബോധിച്ച് അതായിട്ട് മാറാനുള്ള തിരിച്ചറിവില്ല. മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ മനുഷ്യന് മാത്രമേ ആ തിരിച്ചറിവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് മഹത്തരം ഈ മനുഷ്യജന്മം. കിട്ടിയിട്ടും അതിനെ തിരിച്ചറിയാതെ, തിരിച്ചറിഞ്ഞിട്ടും അതിലേക്ക് തന്നെ ഉദ്ധരിപ്പിക്കാതെ, ഉയർത്താതെ, അതിൽ തൻ്റെ പ്രജ്ഞയെ സ്ഥിരപ്പെടുത്താതെ, അതാണ് സ്ഥിരപ്രജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ. തൻ്റെ പ്രജ്ഞയെ അതിൽ സ്ഥിതി ചെയ്യിക്കണം. എന്താണ്? ഞാനിതല്ല, ഇതിനകത്തിരിക്കുന്ന അത്. അതിനെക്കുറിച്ച് ബോധവാനാകണം. ഇത് പ്രതിബിംബം. താഴോട്ട് നോക്കിയാൽ പ്രതിബിംബം, മുകളിലോട്ട് നോക്കിയാൽ ബിംബം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം, വളരെ നിസ്സാരം. ബഹിർമുഖമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് എന്നിലെ ഞാനും എൻ്റേതുകളും. ഉള്ളിലോട്ട് നോക്കുമ്പോൾ ആ ഞാനിന് പകരം കാണുന്നത് ഞാനിനും ആധാരമായിരിക്കുന്ന തന്നിലെ താൻ, ഈശ്വരൻ, സർവേശ്വരൻ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ആ ഈശ്വരനെ സ്വയം കണ്ട്, ഈശ്വരനും എന്താണ്? ജീവൻ ഏതു പ്രകാരമാണോ അവിദ്യോപാധികനായിരിക്കുന്നത്, അതുപോലെ ഈശ്വരനും മായോപാധികനായിരിക്കുകയാണ്. രണ്ടിനും അപ്പുറം പോണം. രണ്ടും ഉപാധിഗത ചൈതന്യങ്ങളാണ്. ജീവൻ അവിദ്യോപാധിക ചൈതന്യം, ഈശ്വരൻ മായോപാധിക ചൈതന്യം. പക്ഷേ മായ ഈശ്വരനെ ബാധിക്കുന്നില്ല. അതേസമയത്ത് അവിദ്യ, അജ്ഞാനം മനുഷ്യനെ ബാധിച്ച് ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് കരുതി അതിൽ ഭ്രമിച്ച് നമ്മൾ ഓരോരുത്തരും അതിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൽ മുഴുകിക്കഴിയുകയാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിയുമ്പോഴുള്ള നിലയും. ജീവൻ പിരിയുമ്പോഴുള്ള നില ഏത് സമയത്താണ് പിരിയുന്നത്? ഇന്ന് രാത്രിയിൽ വേണമെങ്കിൽ പിരിയാം. അതുകൊണ്ട് ഇപ്പോൾ ഈ കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങൾ ഈ ബോധത്തിൽ നിങ്ങളെ ഉയർത്തണം. ഇതല്ല ഞാൻ, ഈ നാമരൂപധാരിയായ ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാൻ. ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സാക്ഷി ചൈതന്യം, എന്നിലെ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ സ്വയം പ്രകാശ ചൈതന്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അതാണ് നിങ്ങൾ കേൾക്കുന്നത്. കേട്ട് 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 ബോധിച്ച് അതിനെ നിങ്ങളുടെ ഉള്ളിൽ കാണാതെ കാണണം. യെസ്, ഇറ്റ് ഈസ് ദെയർ. കറണ്ട് ഉണ്ട്, ഫാൻ കറങ്ങുന്നു, ബൾബ് കത്തുന്നു, കറണ്ടുണ്ട്. മൈക്ക് പ്രവർത്തിക്കുന്നു, കറണ്ടുണ്ട്. കറണ്ടിനെ കാണുന്നില്ല, പക്ഷേ നമ്മൾ പറയുന്നു കറണ്ടുണ്ട്. കാണാതെ കണ്ടു എന്നതുപോലെ പറയുന്നു, അറിവിലൂടെ. അതാണ് കാണാതെ കാണൽ. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ വസ്തുവിനെ കാണാതെ കാണണം. ഞാൻ കണ്ടാലേ വിശ്വസിക്കൂ എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടു നോക്കൂ, നിങ്ങളുടെ നെഞ്ചിൽ ഒന്ന് കൈവച്ച് നോക്കൂ. നിങ്ങൾക്ക് അനുഭവിക്കുന്ന ചൂട് എന്താണ്? അതിൻ്റെ സാന്നിധ്യത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട് ആ വസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. തെളിവ് കിട്ടിയാലേ ഞാൻ വിശ്വസിക്കൂ. തെളിവ് വേണമെന്നുള്ളവർക്ക് ഇതാ തെളിവ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട് ആ വസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനിയെങ്കിലും നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? വിശ്വസിക്കണം. ജീവൻ പിരിഞ്ഞു കഴിഞ്ഞ ഒരാളിൻ്റെ ശരീരത്തിൽ തൊട്ടു നോക്കിയാൽ ആ ചൂട് അനുഭവപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ട്? മൃതശരീരം, ശവം. എന്തുകൊണ്ടാണ് ശവമായത്? ശിവം പോയി. ആ ശരീരത്തിനകത്തിരിക്കുന്ന വസ്തുവിൻ്റെ പേരാണ് ശിവം, മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ അമംഗളസ്വരൂപം.
ശവം, ആർക്കും വേണ്ട. ഇന്നലെ വരെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്ന ആ ശരീരത്തിൽ നിന്ന് ആ മംഗളസ്വരൂപം വേർപിരിഞ്ഞാൽ ശവം, പിന്നെ മക്കൾക്ക് ആ അമ്മയെ വേണ്ട. അല്പം മുമ്പ് വരെ തൻ്റെ പ്രിയപ്പെട്ട അമ്മ എന്ന് വിളിച്ചിരുന്ന ആ ശരീരത്തെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, പക്ഷേ വേണ്ട. എന്തുകൊണ്ട്? ആ ശരീരത്തിൽ നിന്ന് ആ വസ്തു പിരിഞ്ഞു. ആ പിരിഞ്ഞു പോയ വസ്തുവാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് അത് പിരിയുന്നതിന് മുൻപ് തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും ആരാണോ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ, തൻ്റെ പ്രജ്ഞയെ സ്ഥിരപ്പെടുത്തുന്നത് അവനെയാണ് സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ സ്ഥിരപ്രജ്ഞൻ എന്ന് പറയുന്നത്. അതിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ ശരിയായിട്ട് തൻ്റെ ശ്രദ്ധയെ അതിൽ ഉറപ്പിച്ചോണം. അതിനെന്താ ചിലവ്? അനുവാദം വേണോ? വീട്ടിൽ പോയി ഭർത്താവിനോട് ചോദിച്ചിട്ട് ആകാൻ സ്വാമി, ഭർത്താവിനോട് ചോദിച്ചാൽ അനുവാദം തരില്ല. എന്തുകൊണ്ട്? എല്ലാവരും സ്വാർത്ഥരാണ്. അതുകൊണ്ട് വീട്ടിൽ പോയി ചോദിച്ചിട്ടാകാം, ആരോടെങ്കിലും ചോദിച്ചിട്ടാകാം എന്ന ആ ധാരണ നിങ്ങൾ എടുത്ത് ദൂരെ കളയണം. ഒന്നും വേണ്ട, ആരുടെയും അനുവാദം ആവശ്യം. ഇത് അപ്പനാകാരം. മരിക്കുന്ന സമയത്ത് ശരീരം വിട്ടുപോകുന്ന അവസരത്തിൽ ആ വിട്ടുപോകുന്നതിൻ്റെ കൂടെ വരാൻ നിങ്ങളുടെ സ്നേഹത്തോടു കൂടി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഉണ്ടായിരിക്കുമോ? മക്കളുണ്ടായിരിക്കുമോ? ഭാര്യ ഉണ്ടായിരിക്കുമോ? ഒരുത്തരും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ശരീരത്തിൽ നിന്ന് പിരിയുന്ന ആ ജീവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാനുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ ശരീരങ്ങളിലേക്ക് കൃത്യമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ? ദുഷ്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാനുള്ള കരുത്തില്ല. അവൻ്റെ അടപ്പിളക്കണം. അവനെ കുറിച്ച് മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ അവന് എല്ലാം പോയി. അവനൊരു ഭയങ്കര ഗുണ്ട. അവൻ്റെ അടപ്പിളക്കണമെന്നാണ് മനസ്സുകൊണ്ട് ഇവിടെ വിചാരിക്കുന്നത്. ആ തരത്തിലുള്ള വിചാരങ്ങൾക്ക് പോലും റിയാക്ഷനുണ്ട്. അവൻ നന്നാകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനെല്ലാം റിയാക്ഷൻസ് ഉണ്ട്. ഏതെല്ലാം ഭാവമാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് അതിൻ്റെ എല്ലാം രൂപരേഖയോടെ ഒപ്പമാണ് ഈ ശരീരത്തിൽ നിന്ന് പിരിയുന്ന ആ ജീവൻ പുറത്തു പോകുന്നത്. ഞാൻ ഭാവത്തിൽ ആണ് പുറത്തു പോകുന്നത്. ഞാനും താനുമായിട്ട് ചേർന്നാണ് പോകുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടത്? ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഞാനിൽ നിന്ന് മുക്തമാക്കണം. എങ്ങനെ മുക്തമാക്കാൻ വെക്കും? അറിവിലൂടെ. വേറെ ഒരു കർമ്മവും അവിടെ ആവശ്യമില്ല. അവിടെ അലക്കാനൊന്നും പോകണ്ട. പക്ഷെ അലക്കുന്ന കാര്യം പറയുന്നുണ്ട് ഉപനിഷത്ത്. ജ്ഞാനസ്നാനം എവിടെയോ ഉണ്ട്. ജാബാലദർശന ഉപനിഷത്തിൽ പറയുന്ന ഒരു മന്ത്രം, അജ്ഞാനമലഭംഗം യഃ ക്ഷാളയേത് ജ്ഞാനതോയത. ജ്ഞാനമാകുന്ന ജലം ഉപയോഗിച്ച് ആരാണോ ആ അജ്ഞാനമാകുന്ന മലത്തെ, അഴുക്കിനെ കഴുകിക്കളയുന്നത്. ജാബാലദർശന ഉപനിഷത്ത് പറയുകയാണ്, സാമവേദത്തിലുള്ളതാണ്. അജ്ഞാനമലഭംഗം യക്ഷാളയേത് ജ്ഞാനതോയത. ജ്ഞാനമാകുന്ന ജലം ഉപയോഗിച്ച് ആരാണോ കഴുകിക്കളയുന്നത്, സ ഏവ സർവദാ ശുദ്ധോ ന അന്യഃ കർമ്മരതോ ഹി സഹ. ആരാണോ ജലം ഉപയോഗിച്ച്, ജ്ഞാനമാകുന്ന ജലം ഉപയോഗിച്ച് തന്നിലെ കളങ്കത്തെ മാറ്റിക്കളയും. എന്താ തന്നിലെ കളങ്കം?
നിങ്ങളിലെ ഞാൻ ചെയ്തിട്ടുള്ള സർവ്വകർമ്മങ്ങളും ആ ഞാനല്ലേ ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം ഭാവനകളാണോ ആ ഞാനിലൂടെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്, അതെല്ലാം ആ ഭാവങ്ങളുടെ എല്ലാം സ്രോതസ്സ് നിങ്ങളിലെ ഞാൻ. ആ ഞാനിനെ ഒഴിച്ചാൽ ഈ എല്ലാ കർമ്മങ്ങളും അവനോടൊപ്പം ഒഴിയും. നിങ്ങളിലെ ഏറ്റവും വലിയ മലം, അഴുക്ക് എന്ന് പറയുന്നത് നിങ്ങളിലെ ഞാൻ. നിങ്ങൾ ശരീരത്തിൽ നിന്ന് പിരിയുന്ന അവസരത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങനെയാണ് പോകുന്നത്? ഈ ഞാനുമായിട്ട് ചേർന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അത്, ഏത് തത് ത്വമസി എന്ന് പറയുന്നതിലെ അത്, തത്, ഇത് എന്താണ്? ത്വം, നീ. അതും ഇതും കൂടെ ചേർന്നാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഭാവത്തിൽ, ഇതിൻ്റെ ഭാവത്തിൽ, ത്വം ഭാവത്തിൽ, ഞാൻ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ഈ ജന്മത്തിൽ മാത്രമല്ല, ഇതപര്യന്തം എത്ര പ്രാവശ്യം നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ചെയ്തിട്ടുള്ള സർവകർമ്മങ്ങളുടെയും രൂപരേഖ ഈ ഞാനിലുണ്ട്. നമ്മുടെ ഉള്ളിലെ ആ മെഷീനിലുണ്ട്. നമ്മൾ ഫോൺ വിളിച്ചാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫോണിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ ഏതെല്ലാം ജന്മങ്ങളിൽ നാം മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിട്ടുണ്ടോ ബാക്കി എല്ലാ ശരീരങ്ങളിൽ ജീവിച്ചപ്പോഴും കർമ്മമില്ല. അവിടെ കർമ്മമില്ല, അവിടെ ഭോഗം മാത്രമേ ഉള്ളൂ. കർമ്മഫലം അവിടെ അനുഭവിക്കുന്നു. പട്ടിയായിട്ടും പൂച്ചയായിട്ടും ആനയായിട്ടും കുതിരയായിട്ടും ഒക്കെ വന്നപ്പോൾ, ദേവനായിട്ടും അവിടെയൊക്കെ ചെയ്തപ്പോൾ ജീവിച്ചിരുന്ന അവസരത്തിലെല്ലാം കർമ്മഫല ഭുജിക്കൽ മാത്രമാണ്. എല്ലാം മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ കർമ്മം ചെയ്യുന്നുള്ളൂ. ആ കർമ്മത്തിൻ്റെ ഫലമാണ് സഞ്ചിതമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് സഞ്ചിത കർമ്മം. ഈ ജന്മത്തിൽ ചെയ്യുന്നത് ആഗാമി കർമ്മം എന്ന് പറയുന്നു, വരാനുള്ളത് എന്ന് പറയുന്നു. അങ്ങനെ പറയേണ്ട കാര്യമില്ല. ചെയ്യുമ്പോൾ തന്നെ അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള മെഷീൻസൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചെങ്കിൽ അത് ഇതിനകത്തിരിക്കുന്ന മെഷീനിൽ അതില്ലേ? സഞ്ചിതം, ആഗാമി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പിന്നീട് വരും. ഇല്ല, വരുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം. പ്രാരബ്ധം എന്ന് പറയുന്നത് ജനിച്ചിരിക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ, ജനനം മുതൽ മരണം വരെ എന്തെല്ലാമാണോ അനുഭവിക്കേണ്ടതായിട്ടുള്ളത് അതിനെയാണ് പ്രാരബ്ധം. അനുഭവിച്ചിരിക്കുന്ന, ആരംഭിച്ചിരിക്കുന്ന കർമ്മം. ഇതിനിടയ്ക്ക് വെച്ച് ജ്ഞാനമുണ്ടാകാം. ഇതിനിടയ്ക്ക് വെച്ചാണ് ജ്ഞാനമുണ്ടാകുന്നത്. ജ്ഞാനമുണ്ടായി കഴിഞ്ഞിട്ട് വീണ്ടും ജീവിക്കാൻ കാലമുണ്ട്. ആ സമയത്തും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളുടെ ഫലം ഇയാളിൽ വന്നു ചേരുമോ? ഇല്ല. എന്തുകൊണ്ട് വന്നു ചേരുന്നില്ല? ഇയാൾ ജ്ഞാനമുണ്ടായപ്പോൾ തന്നിലെ ഞാനിൽ നിന്ന് വേർപെടുത്തി. ഞാൻ വേറെ, എന്നിലെ താൻ വേറെ, രണ്ടിനെയും തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ശ്രദ്ധയെ ഞാനിൽ നിന്ന് വിടർത്തി തന്നിലെ താനിൽ സ്ഥിരപ്പെടുത്തി. ഐ എം നോട്ട് ദിസ്, ഐ എം ദാറ്റ്. ഈ ശരീരത്തിനകത്തിരിക്കുന്ന അതാണ് ഞാൻ എന്ന് ബോധിച്ച് സദാസമയത്തും തൻ്റെ ശ്രദ്ധയെ ആരാണോ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ സോഹം സഹ അഹം, സോഹം, ഞാൻ അതാണ്, ആ മന്ത്രം സദാ ഉരുവിടണം. സദാ ഉരുവിടുമ്പോൾ ഈ ഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ രാമകൃഷ്ണദേവൻ പറഞ്ഞതുപോലെ ആയിപ്പോവും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതാണ് പറഞ്ഞത്. വെറുതെ സോഹം 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 എന്ന് രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ഇങ്ങനെ പട്ടി ഉരയ്ക്കുന്നത് പോലെ സോഹം സോഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പ്രയോജനമുണ്ടാവില്ല. നിങ്ങൾ ഓരോ പ്രാവശ്യവും സോഹം എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിലിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള ബോധനിലയിലായിരിക്കണം. സഹ അഹം, ഞാൻ അതായിരിക്കണം. ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ
സ്വതസിദ്ധമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മന്ത്രജപത്തിൻ്റെയും ആവശ്യമില്ല. സ്വാമി, എത്ര കാലം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കണം? അതൊരു വലിയ പ്രശ്നമാണല്ലോ സ്വാമി. നിങ്ങൾക്ക് എപ്പോഴും ഞാൻ അതാണ് എന്ന ബോധം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമെങ്കിൽ മന്ത്രത്തിൻ്റെ ആവശ്യമില്ല. സ്വതസിദ്ധമായിട്ട് ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് ആ മന്ത്രജപം ആവശ്യമായിട്ടുള്ളത്. ഒരു ഊന്നുവടി പോലെ. മന്ത്രം വെറുമൊരു ഊന്നുവടിക്ക് തുല്യമാണ്. നിങ്ങൾക്ക് സദാസമയവും ഞാൻ ഇതല്ല, ഇതിനകത്തിരിക്കുന്ന അതാണ് എന്ന് ഭാവന ഉറപ്പിച്ച് ആ ഭാവത്തിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്താൻ കഴിയുമെങ്കിൽ ഒരു മന്ത്രത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ഊന്നുവടിയുടെയും ആവശ്യമില്ല. ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, മന്ത്രം വാങ്ങിച്ചിട്ട് ഇതെത്ര കാലം സ്വാമി ഈ മന്ത്രം ചൊല്ലണം? ഏത് കാലം വരെ ഈ മന്ത്രം ചൊല്ലുന്ന നീ നിന്നിലുണ്ടായിരിക്കുമോ അത്രയും കാലം ചൊല്ലണം. ഏത് കാലം വരെ ഈ മന്ത്രം ചൊല്ലുന്ന നീ നിന്നിലുണ്ടായിരിക്കുമോ അത്രയും കാലം നീ ഈ മന്ത്രം ചൊല്ലണം. എന്താ അതിൻ്റെ അർത്ഥം? മന്ത്രം ചൊല്ലി ചൊല്ലി ഈ മന്ത്രം ചൊല്ലുന്ന ഞാനല്ല എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന ആ താൻ, ആ സർവേശ്വര ചൈതന്യം, ആ സർവാന്തര്യാമി, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ ഭാവത്തിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉയർന്നാൽ അതിൽ സ്ഥിതി നേടിയാൽ പിന്നെ മന്ത്രത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും ആ മന്ത്രം തന്നിൽ സദാ അജപരൂപത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. അത് വാസനയായിട്ട് തീർന്നു, തൻ്റെ സംസ്കാരമായിട്ട് അത് മാറി. അതുകൊണ്ട് സദാസമയത്തും നിങ്ങൾ ആ സംസ്കാരം നിങ്ങളിൽ ഉണ്ടായിട്ടില്ല, ആ വാസനയിലേക്ക് നിങ്ങൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ആ നില കൈവരുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും സോഹം സോഹം അല്ലെങ്കിൽ ശിവോഹം ശിവോഹം ശിവോഹം, മറ്റുള്ള എല്ലാ മന്ത്രങ്ങളെയും ദൂരെ കളഞ്ഞേക്കൂ. ആ ഒരു മന്ത്രവും നിങ്ങളെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുകയില്ല. പക്ഷേ ആ മന്ത്രങ്ങളെല്ലാം ശുദ്ധീകരണത്തിന് ഉപകരിക്കും. ഏതെല്ലാം മന്ത്രങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവോ ആ മന്ത്രങ്ങളിലൂടെ ഒന്നും ആത്മസാക്ഷാത്കാരം കിട്ടുകയില്ല. നമ്മൾ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വാമി മറ്റു മന്ത്രങ്ങളെല്ലാം ആക്ഷേപിക്കുന്ന ആളാണല്ലോ സ്വാമി. അല്ല, ഒരു മന്ത്രത്തെയും ആക്ഷേപിക്കുന്നില്ല. കാരണം എന്താ? ഓരോ മന്ത്രത്തിനും അതിൻ്റേതായ ഗുണമുണ്ട്, അതിൻ്റേതായ ഫലമുണ്ട്. നമ്മുടെ ആത്മമന്ത്രം ചൊല്ലിയാൽ മാത്രമേ സാക്ഷാത്കാരം കിട്ടൂ. അത് ചൊല്ലിയാലല്ല കിട്ടുന്നത്, അത് ചൊല്ലി 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 ആ നിലയിലേക്ക് നിങ്ങൾ ഉയരണം. ആ ശിവോഹം ശിവോഹം ശിവോഹം, രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെ ചുമ്മാ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞാലൊന്നും നീ ശിവനാകത്തില്ല. ശിവൻ എന്ന് പറയുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശിവം, ആ മംഗളസ്വരൂപം. ഇവിടെ ശിവനെ അല്ല ഉദ്ദേശിക്കുന്നത്, ആ പാമ്പൊക്കെ ഇട്ടിരിക്കുന്ന പാർട്ടിയെ അല്ല ഉദ്ദേശിക്കുന്നത്. ശിവോഹം എന്ന് പറയുന്നതിലെ ശിവം, മംഗളസ്വരൂപം, ആ ജ്യോതിസ്വരൂപം, ആ പരമാത്മസ്വരൂപം, നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വസ്വരൂപം, തൻ്റെ യഥാർത്ഥ സ്വരൂപം, എൻ്റെ യഥാർത്ഥ സ്വരൂപം, അതുതന്നെയാണ് നിങ്ങളുടെയും യഥാർത്ഥ സ്വരൂപം. അതുതന്നെയാണ് ഹിന്ദുവിൻ്റെയും യഥാർത്ഥ സ്വരൂപം. അതുതന്നെയാണ് ക്രിസ്ത്യാനിയുടെയും യഥാർത്ഥ സ്വരൂപം. അതുതന്നെയാണ് മുസൽമാൻ്റെയും യഥാർത്ഥ സ്വരൂപം. അതുതന്നെയാണ് പട്ടിയുടെയും യഥാർത്ഥ സ്വരൂപം. അതുതന്നെയാണ് പൂച്ചയുടെയും യഥാർത്ഥ സ്വരൂപം. സർവ്വചരാചരങ്ങളുടെയും യഥാർത്ഥ സ്വരൂപം അവയുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം. പക്ഷേ മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ അതിനെ തിരിച്ചറിയാൻ കഴിയൂ, അതിനെ വേർപെടുത്താൻ കഴിയൂ.
ആ വേർപെടുത്തുന്ന നിലയിലാണ് ഒരാൾ ഹംസമായിത്തീരുന്നത്. നീരാത് ക്ഷീരം പൃഥകൃത്യ ഹംസോ ഭവതി ന അന്യഥ. മറ്റൊരു തരത്തിലും നിങ്ങൾക്ക് ഹംസമാകാൻ കഴിയുകയില്ല. ഈ കഴിഞ്ഞ ദിവസം 23-ാം തീയതി എന്നെ ഭഗവാൻ പരമഹംസാവസ്ഥയിലേക്ക് ഉയർത്തി. ഇനി മുതൽ നീ പരമഹംസനാണ് എന്നുള്ള ഭാവത്തിലേക്ക് ഭഗവാൻ എന്നെ ഉയർത്തി. നമുക്ക് എന്ത് ചെയ്യാനൊക്കും? അന്ന് ബുദ്ധപൗർണമിയായിരുന്നു. ശ്രീ ബുദ്ധൻ ജ്ഞാനം നേടിയ ദിവസം. ആ ദിവസത്തിൽ ഈ ഭാവമാണ് നമുക്ക് ഭഗവാനിൽ നിന്നുണ്ടായത്. അതൊക്കെ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങളാണ്. ഈ മാർഗത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുന്ന അവസരത്തിൽ ദുർഗാനന്ദ സരസ്വതി ആയത് അങ്ങനെയാണ്. എനിക്കറിഞ്ഞൂടാ. ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലവും കഴിഞ്ഞ് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഗംഗോത്രിയിൽ നടന്നു പോകുന്ന അവസരത്തിൽ എൻ്റെ ശരീരം ഒരു ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു. ആ ശരീരത്തിൽ 2 കാഷായ വസ്ത്രങ്ങൾ വന്നു വീഴുന്നു. അപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി, സന്യാസത്തിനുള്ള സമയമായി. കൂടെ നടന്നു വരുന്ന ഒരാൾ, അപ്പോൾ ഇതുവരെ സന്യാസം സ്വീകരിച്ചിട്ടില്ലേ സ്വാമി? ഞാൻ പറഞ്ഞു ഇല്ല. എങ്കിൽ ഇപ്പം സന്യാസം സ്വീകരിക്കണം. അടുത്ത അദ്ദേഹം പറയുന്നു. ആ കൂടെ വരുന്ന ആരാണ്? പറക്കും സ്വാമി വിഷ്ണുദേവാനന്ദ സ്വാമിയുടെ അനുജൻ. അദ്ദേഹം ശരീരം വെടിയുന്നതിനു വേണ്ടി, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഗംഗോത്രിയിൽ വരികയാണ്. ആ ഒരാഴ്ച ഗംഗോത്രിയിലെ ഗുഹയ്ക്കകത്തിരുന്ന് ഭാഗവത സപ്താഹം ചൊല്ലി ശരീരം വെടിയുന്ന ആ മഹത് സന്ദർഭം ഇപ്പോഴും നടക്കുന്നുണ്ട് എങ്കിൽ അതിന് സാക്ഷിയാകാൻ വേണ്ടിയാണ് ഞാനും കൂടെ പോയത്. അത് കാണണം, അവിടെ സന്നിഹിതനായിരിക്കണം. ആ ആഗ്രഹത്തോടു കൂടിയാണ് അവിടെ പോയത്. അപ്പോൾ പോകുന്ന വഴി, അതിനു മുൻപ് ഞാൻ ഉടുത്തിരുന്ന വസ്ത്രമൊക്കെ അഴിപ്പിച്ച് കളഞ്ഞു. ഇത് 2 ദിവസത്തിന് മുമ്പ് മറ്റൊരു കാര്യം നടന്നു. ഹരിദ്വാറിൽ ഒരു വലിയ സന്യാസി സദാനന്ദ സരസ്വതി ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മുറിയിലിരിക്കുന്നിടത്തു നിന്ന് കാല് നീട്ടിയാൽ ഗംഗയിൽ ചവിട്ടാം. ആ തരത്തിൽ സൗകര്യങ്ങളുള്ള ഒരു മുറി, ഗംഗയുടെ തൊട്ടടുത്ത്. ആ മുറിയിലിരുന്ന് തന്നെ നമുക്ക് കാല് നീട്ടിയാൽ മുറിക്കകത്തിരുന്നാൽ വെള്ളം ഒഴുകി മുറിക്കകത്ത് കൂടെ കടന്നു പോകുന്നുണ്ട്. ആ തരത്തിൽ സംവിധാനമുള്ള മുറി. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന്, ഞാനൊരു പച്ച തലക്കെട്ടൊക്കെ കെട്ടി അസൽ ഒരു ഗുണ്ടാഭാവത്തിലാണ് അവിടെ പോയിക്കൊണ്ടിരുന്നത്. ഒരു മുള്ളു വടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മുരുകൻ്റെ ഒരു വടിയാണ്. അത് വേറൊരു സ്വാമിയുടെ സംഭാവനയായിട്ട് കിട്ടിയതാണ് ഏതോ ഒരു സ്ഥലത്ത് വെച്ച്. അപ്പോൾ അതും കയ്യിലുണ്ട്. പച്ച തലക്കെട്ടും അദ്ദേഹത്തിൻ്റെയാണ്. അത് നമുക്ക് തന്ന് ഇങ്ങനെ ആസൽ ഗുണ്ടയായിട്ടുള്ള ഭാവത്തിലാണ്. ആധ്യാത്മികം സംസാരിച്ചാൽ പിന്നെ ആർക്കും താഴ്ന്നൊന്നും കൊടുക്കില്ല. എന്തിന് താഴ്ന്നു കൊടുക്കുന്നത്? ഏത് സ്വാമിയാണെന്നൊന്നും നമുക്ക് നോട്ടമില്ല. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബ്രഹ്മത്തെക്കുറിച്ച് ഇങ്ങനെ കുറേ മണിക്കൂറുകളോളം സംസാരിച്ചു. അവസാനം പോകാൻ നേരത്ത് പിരിഞ്ഞു. പോകാനായിട്ട് എഴുന്നേറ്റു. ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങേ അറ്റത്തെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം സ്വിറ്റ്സർലൻഡിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം. ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ട്. പോകാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സ്വാമിയുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞാൽ സ്വാമി അനുസരിക്കുമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അനുസരിക്കാൻ മാത്രമേ അറിയാവൂ, വേറൊന്നും എനിക്കറിഞ്ഞൂടാ. എന്നാൽ താങ്കൾ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം വിധിപ്രകാരം ധരിച്ചിരിക്കുന്നതല്ല. അതുകൊണ്ട് ഈ വസ്ത്രം ഊരിക്കളഞ്ഞിട്ട് താങ്കൾ വെള്ള വസ്ത്രം ധരിക്കണം. ഇടിവെട്ടിയതുപോലെ ആയിപ്പോയി. എല്ലാവരും ഉണ്ട് കൂടെ, 3-4 പേരുണ്ട്. എൻ്റെ ഉള്ളിലൊരു ഇടി വെട്ടി. ആ ഉടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉടുക്കുന്ന കൈലിയുണ്ടല്ലോ, കാവ്യ നിറത്തിലുള്ള കൈലി, ആ കൈലിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു
സന്യാസം സ്വീകരിച്ച് സന്യാസഭാവത്തിൽ നടക്കുകയാണ്. നമ്മൾ ആധ്യാത്മികമായിട്ടാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉയർന്ന കാര്യങ്ങൾ മാത്രം, ഒരു സെക്കൻഡും വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല, എന്തിനാണ് വിട്ടുകൊടുക്കുന്നത്? നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ 1991 എൻ്റെ ഉള്ളിലൊരു ഇടിവെട്ട് നടന്നതുപോലെ ആയിപ്പോയി. അപ്പോൾ ഒരു 4-5 സെക്കൻഡ് അങ്ങനെ നിശ്ചലനായിരുന്നു. എന്തു പറയുന്നു, അനുസരിക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അനുസരിക്കും. ഞാൻ ഉടനെ മറുപടി കൊടുത്തു, തീർച്ചയായിട്ടും അനുസരിക്കും. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വസ്ത്രം അഴിച്ചു കളഞ്ഞിട്ട് വെള്ളവസ്ത്രം ധരിക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയ സമയത്താണ് ഈ ഇടിവെട്ട്. എന്നിട്ട് എല്ലാവരുമായിട്ടും ഇറങ്ങി. ആ സമയം മുഴുവനും എൻ്റെ ഉള്ളിലൊരു ഭൂകമ്പം നടക്കുകയാണ്. അന്ന് താമസം നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ, ഹരിദ്വാരിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് മുറി ഒരുക്കിയിരുന്നത്. അവിടെ വന്നു കഴിഞ്ഞിട്ടും സന്ധ്യ കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും. മഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയൊന്നുമല്ല, കൊടുങ്കാറ്റ്, അതിഭയങ്കരമായ കൊടുങ്കാറ്റ്. സർവ്വ കടകളും അടച്ചു, ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്നു, മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു. അതിഭയങ്കരമായ മഴ. എൻ്റെ ഉള്ളിലാണെങ്കിൽ ഭൂകമ്പം. ഞാൻ മുറിയിൽ നിന്നിറങ്ങി, ആ മഴയത്ത് തന്നെ പുറത്തോട്ടിറങ്ങി. എന്തിനാ? വെള്ളവസ്ത്രം വാങ്ങിക്കണം. ഈ പെരുമഴയത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ റോഡിലോട്ടിറങ്ങി. ഒരൊറ്റ കടയില്ല, എല്ലാം അടച്ചു. അതിഭയങ്കരമായ മഴ. നനഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നോക്കിയപ്പം ഒരു ഖാദി ഭണ്ഡാർ എന്ന് പറയുന്ന ഒരു പേര് കണ്ടു. അതും അടച്ചിരിക്കുകയാണ്. അതിനകത്ത് ലൈറ്റ്, എല്ലായിടവും ലൈറ്റ് ഉണ്ടോ, മഴ കാരണമാണ് അടച്ചിരിക്കുന്നത്. അടിച്ച് തുറപ്പിച്ച് 2 വെള്ളവസ്ത്രം വാങ്ങിച്ചു, 2 വെള്ള തുണി വാങ്ങിച്ച് മുറിയിൽ വരുന്നതുവരെ ഈ തരത്തിലുള്ള കൊടുങ്കാറ്റും മഴയും ഇടിയും ഒക്കെ പ്രചണ്ഡ അന്തരീക്ഷം. എൻ്റെ ഉള്ളിൽ ഉള്ളത് തന്നെയാണ് പുറത്ത്. രാത്രി അവിടെ കഴിഞ്ഞു. നേരം വെളുത്ത് ഏതാണ്ട് 4 മണിയായപ്പോൾ ഒറ്റയ്ക്ക് നേരെ ഗംഗാനദിയിലേക്ക് ചെന്ന് ആ കാഷായ വസ്ത്രം അഴിച്ചു കളഞ്ഞിട്ട് തലേ ദിവസം വാങ്ങിച്ച മുണ്ടുടുത്ത് മേളിൽ ഒരു വെള്ള വസ്ത്രവും ധരിച്ച് മുറിയിൽ വന്നു. ഇത് സംഭവിച്ചതാണ്. അന്ന് സംഭവിച്ച് രാവിലെ 10 മണിയായപ്പോൾ ഫോൺ വരുന്നു. എന്താ ഫോൺ? നിങ്ങളെ ഗംഗോത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വാഹനം ഉടനെ എത്തും, റെഡിയായിരിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഈ ഭാഗവത സപ്താഹം നടത്താൻ പോകുന്ന ആൾ ഹരിഹര ചൈതന്യ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ ഈ ഭാഗവത സപ്താഹം നടത്താൻ പോകുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 6-7 പേരുണ്ട്, വായനക്കാരും പരിവാരങ്ങളും ഒക്കെ ആയിട്ട്. 10 മണിക്ക് വണ്ടി വന്നപ്പോൾ ഹരിഹര ചൈതന്യക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ വയറ്റിളക്കം. അത് ഹിമാലയത്തിൽ പോകുന്ന എല്ലാവർക്കും അതുണ്ടാകും. ഈ കടുകെണ്ണ ഉപയോഗിച്ച് ആഹാരം കഴിച്ചാൽ ഇളകിപ്പോകും. അപ്പോൾ അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി, കിടപ്പായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ വണ്ടിയിൽ എല്ലാവരുമായിട്ട് ഗംഗോത്രിയിലെത്തിക്കഴിഞ്ഞ ആ ഭഗീരഥൻ തപസ് ചെയ്ത സ്ഥലവും കഴിഞ്ഞ് മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ് നേരത്തെ പറഞ്ഞത്. വെള്ള വസ്ത്രം ഉടുത്തുകൊണ്ട് പോകുന്ന പോക്കിൽ സംഭവിച്ചതാണ് ആ ദർശനം. എൻ്റെ ശരീരം ഭിക്ഷാപാത്രമായിട്ട് മാറുന്നു, അതിൽ കാഷായ വസ്ത്രം വന്ന് വീഴുന്നു. ഞാൻ അറിയാതെ സംസാരിച്ചു, സന്യാസത്തിന് സമയമായി. അപ്പോൾ സ്വാമി സന്യാസം സ്വീകരിച്ചിട്ടില്ലേ? ഇല്ല. എന്നാൽ ഇപ്പം സന്യാസം സ്വീകരിക്കണം.
ഞാൻ പറഞ്ഞു നിങ്ങളതൊന്നും പറയരുത്. ഇല്ല, ഇപ്പോൾ സന്യാസം സ്വീകരിക്കണം. അദ്ദേഹം ഉറപ്പിച്ച് പറയുകയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യണം. ഉടനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ കൂടെ വരുന്ന ഈ വായിക്കുന്നയാൾ ഹരിഹര ചൈതന്യ അറിയരുത്. ഭാഗവത സപ്താഹം നടത്താൻ വരുന്ന ആൾ യാതൊരു കാരണവശാലും അറിയരുത്. അദ്ദേഹത്തെ കൊണ്ടാണ് നടത്തിക്കുന്നത് ഭാഗവത സപ്താഹം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതാണ്, യാതൊരു കാരണവശാലും ഈ സന്യാസം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയരുത്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഉറപ്പാണല്ലോ, ഉറപ്പ്. ശരി. പിന്നെ 7 ദിവസം അവിടെ സപ്താഹം നടന്നു. ഈ 7 ദിവസവും ഗുഹയ്ക്കകത്തിരുന്ന് ഗുരുവിനെ കണ്ടതെന്തോ ആദ്യമായിട്ടാണ് ഗുരുവിനെ കാണുന്നത്. അന്ന് വൈകുന്നേരമായപ്പോൾ ഗുരു ആ ഗംഗോത്രിയുടെ മുകളിൽ, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുകളിൽ ഒരു ഹെലികോപ്റ്റർ വന്നു. ആ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹം സ്വന്തം വിമാനം, സ്വന്തം ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ലോകം മുഴുവനും യോഗ പ്രചരിപ്പിച്ച മഹാഗുരുവാണ്. ഋഷികേശിലെ ശിവാനന്ദ സരസ്വതിയുടെ ശിഷ്യൻ. ഇന്ന് അദ്ദേഹം ശരീരം തളർന്ന് നടക്കാൻ വയ്യാതെ കസേരയിൽ ഇരുത്തി ചുമന്നുകൊണ്ടാണ് പോകുന്നത്. സ്വന്തം വിമാനം, ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ലോകം മുഴുവനും പറന്ന് നടന്ന് യോഗ പ്രചരിപ്പിച്ച ആളിൻ്റെ പ്രാരബ്ധം, ആരാണെങ്കിലും എത്ര വലിയ യോഗിയാണെങ്കിലും അവർക്ക് അനുഭവിക്കാനുള്ള പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണം എന്നുള്ളതിൻ്റെ ഉദാഹരണം. സ്വാമിയുടെ ഗുരുവിനെക്കുറിച്ച് ഇത്ര ചെറുതാക്കി പറയണോ? ഇവിടെ വലിപ്പ ചെറുപ്പമില്ല, സത്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണോ അനുഭവിക്കാനുള്ളത് അത് നിങ്ങൾ തന്നെ അനുഭവിച്ചിരിക്കണം. അവളത് ഗുരുവായാലും ശരി, ശിഷ്യനായാലും ശരി. അപ്പോൾ അന്ന് വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവരുന്നതാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. 4 പേര്, 4 വിദേശികൾ ഒരു കസേരയിലിരുത്തി ചുമന്നുകൊണ്ടുവരും. ആദ്യമായിട്ട് ഗുരുവിനെ കാണുന്നത് അങ്ങനെയാണ്. അതിനു മുമ്പ് കണ്ടിട്ടില്ല. സന്യാസത്തിൻ്റെ കാര്യമൊക്കെ അന്ന് പറഞ്ഞു തീർന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ യാത്രയ്ക്ക് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ രാത്രി മുഴുവനും അലഞ്ഞു നടക്കുന്ന ഒരു ജീവനായിരുന്നു. തിരുവനന്തപുരത്തെ സർവ്വ പോലീസുകാർക്കും എന്നെ അറിയാം. കാരണം എന്താ? രാത്രി മുഴുവനും ഞാനിങ്ങനെ അലഞ്ഞു നടക്കും. എന്താ? ജപമായിരുന്നു. രാത്രി മുഴുവനും സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. സൈക്കിൾ അതിൻ്റെ പാട്ടിനെ പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ജപത്തിൽ സൈക്കിളിൻ്റെ പുറത്തിരിക്കും. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞൂടെ, എങ്ങോട്ട് തിരിയുന്നോ, എങ്ങോട്ട് പോകണോ, എങ്ങോട്ട് പോകുന്നു ഒന്നും അറിഞ്ഞൂടാ. റോഡൊക്കെ എങ്ങോട്ട് തിരിയുന്നു, കുറേ കഴിയുമ്പം എങ്ങോട്ട് തിരിയുന്നു എന്നൊന്നും അറിഞ്ഞൂടെ, എവിടെ പോകുന്നു, എവിടെ നിൽക്കുന്നു ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ചിലപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പം ബോധം വരുമ്പം നെടുമങ്ങാട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആയി. ചിലപ്പോൾ സൈക്കിൾ പഞ്ചറായി പോവും. രാത്രി 2 മണിക്ക് 3 മണിക്ക് വഴിയിൽ സൈക്കിൾ പഞ്ചറാവുമ്പം ഇറങ്ങി ആരോടെങ്കിലും ചോദിക്കാൻ വെക്കുമോ എവിടെ വേണമെന്നൊന്നും അറിഞ്ഞുകൂടാ. സൈക്കിളും പഞ്ചറായി. ആരോടെങ്കിലും ചോദിച്ചാൽ ഇവൻ കള്ളനാണെന്നല്ലേ പറയൂ. അങ്ങനെ അതും പിടിച്ചുരുട്ടിക്കൊണ്ടൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് അവധൂതന്മാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട്, ഒരവധൂതനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഒരു രാത്രി 2 മണിക്കൊക്കെ കണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ ഇങ്ങനെ ഇരിക്കും. സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ആ മതിലിൻ്റെ ഓരത്ത് ഇങ്ങനെ ഇരിക്കും രാത്രി 2 മണിക്കൊക്കെ. അപ്പോൾ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു, സ്വാമിക്കൊരു കല്ല് വരും, വാങ്ങണ്ട. എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. വാങ്ങിച്ച ക്ഷേത്രം പണിയണം, അതുകൊണ്ട് വാങ്ങിക്കണ്ട. എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞു. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, വാങ്ങിച്ചോ എന്ന് പറഞ്ഞു.
അതിനുശേഷം കല്ല് വരും കല്ല് വരും കല്ല് വരും എന്ന ഭാവമാണ് ഉള്ളിൽ. എന്തോന്ന് കല്ല്, ഏത് കല്ല്, ആര് വരും, എവിടെ വരും, ഇങ്ങനെ കല്ലിൻ്റെ ഭാവം മാത്രം മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴൊക്കെ എല്ലാ ദിവസവും എനിക്ക് സത്സംഗമുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിയിൽ, ഫ്രണ്ടിൽ, കിഴക്കേ നടയിലെ പടിയിൽ 40 കൊല്ലം തുടർച്ചയായിട്ട്. ശനി ഞായറും ഒഴിവാണ്. ഒഴിവെന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലായിരിക്കും. ഗാന്ധാരിയമ്മൻ കോവിൽ, അതുപോലെ ശാസ്തമംഗലം, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പടിയിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലൊക്കെ പോകുന്ന അവസരത്തിൽ ആളുകൾ എന്നെ പിടിച്ചു നിർത്തി, സ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അവിടെ പടിയിലിരുന്ന് പാട്ട് പാടുന്ന ആളല്ലേ? പാട്ട് പാടുന്നു എന്നാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ സത്സംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അഗസ്ത്യരുടെ അത്രയും മാത്രം പൊക്കമുള്ള ഒരാൾ ഇങ്ങനെ കടച്ചാൻ ഇങ്ങനെ വരുന്നു. അതേപോലെ തന്നെ കാലൊക്കെ ഒരു വികൃത ഭാവത്തിലുള്ള ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്നിരുന്നു. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അന്ന് എല്ലാവരും ഉണ്ട്, നമ്മുടെ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിനകത്തിരിക്കുന്ന ആളുകൾ ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു. അവർ ഉണ്ടോയെന്ന് അറിഞ്ഞൂടെ. അന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ്. അദ്ദേഹം പോകാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, സ്വാമിക്ക് ഞാനൊരു സാളിഗ്രാം തരാം. ഞാൻ പറഞ്ഞു, എനിക്ക് സാളിഗ്രാം വേണ്ട, ഒരു കല്ല് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കല്ല് വരുമെന്ന് ഒരു അവധൂതൻ പറഞ്ഞിട്ടുണ്ട്. ആ കല്ല് വന്നിട്ടുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആ, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കല്ല് വന്നിട്ടുണ്ട്. അദ്ദേഹം അടുത്ത് പറയുകയാണ്, ആ കല്ല് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഞ്ചിയൊക്കെ തുറന്ന് പല പൊതികളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അതിനകത്ത് നിന്ന് ഒരു കല്ലെടുത്തു. കല്ലെന്ന് പറഞ്ഞാൽ ഒഴുക്കറ പോലെ ഉള്ള ഒരു കല്ല്, ആത്മലിംഗം. അതിൻ്റെ നടുവിൽ ഒരു ദ്വാരം, ആ ദ്വാരത്തിനകത്തൊരു ദണ്ണ്. ആ ദണ്ണ് ആണ് മുത്തായിട്ട് മാറുന്നത്. മുത്ത്. ആ ഗണ്ഡകി നദിയിൽ ഇഷ്ടം പോലെ അതുണ്ട്. എവിടെയാണ് ഗണ്ഡകി നദി? നേപ്പാളിൽ. അവിടെയുണ്ട്. അതിശൈത്യവും കൊടും തണുപ്പുമാണ്. അവിടെ പോയി ഇതെടുക്കാൻ കഴിയില്ല. അവിടുന്ന് എടുത്തുകൊണ്ട് വരികയാണ് ഈ ആത്മലിംഗം. എൻ്റെ കൈ തന്നപ്പം കൈ അങ്ങ് താന്നുപോയി, അത്ര വെയിറ്റ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാം നടുക്ക് ഒരു തേങ്ങയുടെ കണ്ണ് പോലെയുള്ള ഒരൊറ്റ കണ്ണ്. തേങ്ങയുടെ കണ്ണിരിക്കുന്നില്ലേ, ആ കണ്ണ് പോലെ. അത് നമ്മുടെ ഈ തുരക്കാനുള്ള ഒരു കണ്ണ് വലുതായിരിക്കുമല്ലോ അതിൽ, അതുപോലത്തെ ഒരു കണ്ണ്. ഞാൻ ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഇതെന്തോ ആണെന്ന് ചോദിച്ചു. അത് അതിനകത്തൊരു ദണ്ണുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വേറെ ഒരു ആത്മലിംഗമെടുത്ത് പൊട്ടിച്ച് എവിടെയോ വെച്ച് ഒരാളുമായിട്ട് തർക്കം വന്ന് അദ്ദേഹം ഒരു ആത്മലിംഗം പൊട്ടിച്ച് ആ ദണ്ണ് കാണിച്ചു കൊടുത്തു. ആ ദണ്ണ് നമ്മുടെ പെരുവിരലിൻ്റെ അത്രയുമുള്ള ഒരു ദണ്ണ് ആ ആത്മലിംഗത്തിനകത്തിരിക്കുന്നു. അതാണ് മുത്തായിട്ട് വിളഞ്ഞ് പൊട്ടി പുറത്തോട്ട് വരുന്നത്. ഇതാണ് ആത്മലിംഗം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് സ്വാമിക്കിരിക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ അപ്പം അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ ഇതേ സമയത്ത് ഇവിടെ വരണം. ഞാൻ കല്ല് വാങ്ങിച്ചു. നാളെ ഇതേ സമയമാകുമ്പോൾ ഇവിടെ വരണം എന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ട് അവിടെ, ആളുകളുടെ മുമ്പിൽ വെച്ചാണ്. ശരി, അദ്ദേഹം പോയി. പിറ്റേ ദിവസമായപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല അറകളൊക്കെ ഉള്ള സഞ്ചി തയ്ച്ചിട്ടുണ്ട്. ആ സഞ്ചിയിൽ കുറച്ച് പൈസയൊക്കെ ഇട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം സന്തോഷമായിട്ട് അത് കൊണ്ടുപോയി. അപ്പോൾ ആത്മലിംഗം എൻ്റെ കയ്യിലായി. അപ്പോൾ എൻ്റെ കയ്യിൽ കിടാവിളക്കുണ്ട്. കിടാവിളക്കിന് പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ
1979 കൊളുത്തിയതാണ്. 1979 കൊളുത്തിയ കിടാവിളക്ക് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ മുറിയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 79 തൊട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. 79 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി കൊളുത്തിയതെന്ന് എനിക്കറിഞ്ഞൂടാ. അറിയാം. 79 ശിശുവർഷം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ദി ചൈൽഡ്, അത് ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ അധ്യാപകനാണല്ലോ, അപ്പോൾ നമുക്കും ആ ആഘോഷത്തിൽ പങ്കാളിയാകണമല്ലോ. ഒന്ന് എങ്ങനെ ആഘോഷിക്കാം? ആയിക്കോട്ടെ, ഒരു വിളക്ക് കൊളുത്തിക്കളയാം, ഒരു ദീപം കൊളുത്തിക്കളയാം എന്ന് പറഞ്ഞ് അന്ന് ഒരു കെട്ടിടമൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെ ഇതുപോലെ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KS ചിത്രയൊക്കെ അവിടെ വന്ന് നമ്മുടെ പ്രയറൊക്കെ പാടുന്നത് KS ചിത്രയൊക്കെയാണ്. KS ചിത്ര, അതുപോലെയുള്ള മാല, ഗണപതി, നൃത്തം ആളുകളൊക്കെ, കുട്ടികൾ. അന്നൊക്കെ KS ചിത്രയൊക്കെ 10-12 വയസ്സേ, 8-10-12 വയസ്സേ ഉള്ളൂ. ഇവരൊക്കെ സ്കൂളുകളിൽ ഉണ്ട്. മോഹൻലാൽ അവരൊക്കെ സ്കൂളിൽ ഒരേ പ്രായം. പ്രിയദർശൻ, മണിയമ്പിള്ള രാജു, ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ കിടാവിളക്കിന് എണ്ണ കൊണ്ടുവരും കിടാവിളക്കിൽ ഒഴിക്കാനായിട്ട്. ഇത് കൊളുത്തിയത് ഇന്ന് ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ ഇപ്പുറത്ത് ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന ഞാനാണ് ആ കെട്ടിടം എടുത്ത് വാടകയ്ക്ക് സത്സംഗം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയും സത്സംഗം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സത്സംഗം 79. ഇന്ന് ആ കെട്ടിടം ഇന്ത്യ ഹോസ്പിറ്റലാണ്. ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ആ കെട്ടിടമാണ് ഇന്ത്യ ഹോസ്പിറ്റൽ. കാന്താരിയമ്മൻ കോവിലിൻ്റെ ആ ജംഗ്ഷൻ കഴിഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മേളിൽ ആ ജംഗ്ഷൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ഈ ആത്മലിംഗം കിടാവിളക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് അവിടെ ഇരുന്നു. സലാം എന്നൊക്കെ പറഞ്ഞ്, നമ്മുടെ പൂജയൊക്കെ അങ്ങനെയാണ്, സലാം, അതിനെയും ചൂടമൊക്കെ കാണിച്ച് അവിടെ വച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുദേവാനന്ദ സ്വാമിയുടെ ശരീരം വെടിയുന്നു എന്നുള്ള സന്ദർഭം വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിക്കും ആത്മലിംഗവുമായിട്ട്, നിന്നെ ഞാൻ ഹിമാലയം കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് ഹിമാലയം കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ വിഷ്ണുദേവാനന്ദ സ്വാമിയുടെ അവിടെ പോകണമെങ്കിൽ ഭാഗവത സപ്താഹം നടത്താനാണ് പോകുന്നതെങ്കിൽ അതിന് നമ്മളും കൂടെ തയ്യാറാകണ്ടേ. ഞാൻ ആലയിൽ സ്വാമി എന്ന് പറയുന്ന നെയ്യാർ ഡാമിലൊരു സ്വാമി ഉണ്ടായിരുന്നു, കള്ളിക്കാട്. അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നത് ഒരു മഹാത്മാവിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മിൽ ആ നില ഉണ്ടായിരിക്കണം. ഇവിടുന്ന് ജപം നടത്തി കള്ളിക്കാട് വരെ നടക്കും, തിരുവനന്തപുരത്ത് നിന്ന് കള്ളിക്കാട് വരെ നടക്കും. കാരണം ഈ നടക്കുന്ന സമയം മുഴുവനും മന്ത്രജപമായിരിക്കും. അപ്പോൾ നമുക്കൊരു മഹാത്മാവിൻ്റെ മുമ്പിൽ ചെന്നിരിക്കാനുള്ള യോഗ്യത, നമ്മളാദ്യം നമുക്ക് ആ യോഗ്യത ഉണ്ടാക്കണം. എൻ്റെ രീതി അതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനറിയാം. ചെന്ന ഉടനെ ചോദിക്കും, നടന്നാണോ വന്നത്? ആണ്. അപ്പോൾ കുട്ട പരമഹംസർ എന്നാണ് അദ്ദേഹം ആദ്യം അറിയപ്പെട്ടിരുന്നത്, ആലയിൽ സ്വാമി. അപ്പോൾ അദ്ദേഹം സമാധിയായി. അദ്ദേഹത്തിൻ്റെ ആശ്രമം പോത്തങ്കോട്ട് കരുണാകര ഗുരുവിൻ്റെ തൊട്ടിപ്പുറത്ത്, പൂലന്തറ ഇല്ലേ, പൂലന്തറ. അപ്പോൾ ഈ ആത്മലിംഗവുമായിട്ട് കൊണ്ടുപോകാം, ഹിമാലയം കാണിക്കാമെന്ന് പറഞ്ഞു. ഹിമാലയത്തിൽ ഭാഗവത സപ്താഹത്തിന് പോകുമ്പോൾ അപ്പം നമ്മൾ വിചാരിച്ചു, ഭാഗവത സപ്താഹത്തിന് പോവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള യോഗ്യത നേടണ്ട. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ചതുരഗിരിയിൽ പോയി അവിടെ ഒരു കോരക്കർ ഗുഹയുണ്ട്, വലിയ ഗുഹ. ആ ഗുഹയ്ക്കകത്ത് ഒരാഴ്ച ഇരുന്ന് ഭാഗവത സപ്താഹം സ്വന്തമായിട്ട് നടത്തിയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും വേറൊരാളും എന്നോടൊപ്പം വന്ന, അന്ന് അദ്ദേഹം വള്ളികാവിലമ്മയുടെ ശിഷ്യനായിരുന്നു, ബ്രഹ്മചാരി രാധാകൃഷ്ണൻ. അദ്ദേഹവുമായിട്ട് ആണ് ചതുരഗിരിയിൽ പോയത്. 2 ഭാഗവതം, വിളക്ക് വയ്ക്കാനുള്ള വിളക്ക്, അത് കുന്തം, കുടച്ചക്രം, കഞ്ഞി വയ്ക്കാനുള്ള കഞ്ഞി കുടിക്കാനുള്ള പാത്രങ്ങൾ എല്ലാം 7 ദിവസത്തെ സർവ്വസജ്ജീകരണങ്ങളുമായിട്ട്, അരി എല്ലാമായിട്ടാണ് പോകുന്നത്. പോയി കോരക്കർ ഗുഹയ്ക്കകത്ത് എത്തി.
കാട്, ഭയങ്കര കാട്, ആന, കരടി ഒക്കെ ഉള്ള കാടാണ്. ഭയങ്കര പകൽ പോലും ഇവരെ ഉപദ്രവിക്കും. കോരക്കർ ഗുഹയ്ക്കകത്തെത്തി സപ്താഹത്തിന് വേണ്ട വിരിയൊക്കെ വിരിച്ച് 2 പേർക്ക് 2 ഗുഹ, ഒരു മെയിൻ ഗുഹയും ഒരു ഉപഗുഹയുമുണ്ട്. അപ്പം മെയിൻ ഗുഹയിൽ സപ്താഹത്തിന് വിളക്കൊക്കെ കത്തിച്ച് കിടാവിളക്കായിട്ട് അവിടെ സ്ഥാപിച്ചു. മറ്റേ ബ്രഹ്മചാരി സൈഡിലുള്ള ഗുഹയിൽ വെച്ചു. അങ്ങനെ എല്ലാം ഒരുക്കി ഭാഗവത വായന അങ്ങോട്ട് തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ സന്ധ്യ ആയപ്പം ബ്രഹ്മചാരി പറഞ്ഞു, ഞാൻ ഇരിക്കുന്നില്ല, ഞാൻ പോകുന്നു. അതെന്ത്? ഞാൻ ഇരിക്കുന്നില്ല, പോകുന്നു. പേടിച്ചു പോയി. കൊടുങ്കാട്, ഗുഹ, മൃഗങ്ങൾ, ആന, കരടി. ഞാൻ പറഞ്ഞു പൊയ്ക്കോളൂ. അദ്ദേഹം പോയി. പോണ പോക്കിൽ ഞാൻ താഴെ പറയാം, ഇങ്ങനെ ഒരാൾ അവിടെ ഇരിപ്പുണ്ട്. പോയി. അപ്പോൾ അന്നത്തെ രാത്രി അങ്ങനെ സുഖമായിട്ട് അവിടെ തന്നെ സുഖമായിട്ട് കഴിഞ്ഞു. പിറ്റേ ദിവസം രാത്രിയായപ്പോൾ, പിറ്റേ ദിവസം പകലായപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായനയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് അന്ന് രാത്രിയിൽ ഒരു 12-1 മണിയൊക്കെ ആയപ്പം വിളക്കെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. നടക്കമൊക്കെ ഇങ്ങനെ വളർത്തി, മുടിയൊക്കെ ഇങ്ങനെ ഇട്ട്, ഒരു ജട്ടി മാത്രം ഇട്ടിട്ടുണ്ട് ഒരു അവധൂതൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നീയാ ഇങ്ങ ഇരിക്കേ, ഇങ്ങനെ ഒരാൾ അവിടെ വന്നിരിക്കുന്നു എന്നുള്ള അറിവ് എല്ലാവർക്കും കിട്ടി. അപ്പം ഈ അവധൂതൻ വന്ന് നീയാ ഇങ്ങ ഇരിക്കേ. അതിന് മുമ്പ് വേറൊരു കാര്യം നടന്നു. അന്ന് പകലായപ്പം ഒരുപാട് ആളുകൾ അവിടെ വരാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ വന്ന് ഇങ്ങനെ ഗുഹയ്ക്ക് ഉള്ളിലോട്ട് നോക്കും. ഒരുത്തും പച്ച തലക്കെട്ടുമൊക്കെ കെട്ടി ഒരു ഗുണ്ട മോഡലിൽ അതിനകത്തിരിക്കുന്നു. വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ഭാഗവതമുണ്ട്, എന്തെല്ലാമോ ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. ഈ വരുന്ന ആളുകളെല്ലാം ഗുഹയ്ക്കകത്തോട്ട് എത്തി നോക്കും. ഒന്നും മിണ്ടുന്നില്ല. അവരൊക്കെ കുശുകുശാന്ന് എന്തൊക്കെയോ വെളിയിൽ നിന്ന് സംസാരിക്കുന്നു. അവസാനം അവരെന്തൊക്കെയോ തീരുമാനമെടുത്തതുപോലെ ഗുഹയ്ക്ക് വെളിയിൽ താഴെ ഞാൻ ഇതെല്ലാം അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളൊരു അസൽ ഗുണ്ട അവിടെ ഇരുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെളിയിൽ അവർ പാറയൊക്കെ കഴുകി അവിടെ മാവ് കൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി, വലിയ ശിവലിംഗമുണ്ടാക്കി. അവർ ശിവലിംഗ പൂജ മാവ് കൊണ്ടുണ്ടാക്കി ശിവലിംഗ പൂജ ഈ ഗുഹയ്ക്കകത്ത് നടത്തും. ഗുഹയ്ക്കകത്ത് ഞാൻ ഇരിക്കുന്നിടത്താണ് ശിവലിംഗം ഉണ്ടാക്കി പൂജ നടത്തുന്നത്. അവിടെയാണ് ഗുണ്ടയുടെ ഇരിപ്പ്. അവർക്കൊന്നും പറയാനും വയ്യ. വിളക്കും കിടാവിളക്കൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയല്ല. അവിടുന്ന് ഇറങ്ങാൻ പറയാൻ നോക്കൂ. അവർ അതുകൊണ്ട് താഴെ ഒന്നും പറയാതെ, അതാണ് ആലോചന ഒക്കെ നടത്തി താഴെ മാവ് ശിവനെ ഉണ്ടാക്കി അവിടെ വെച്ച് പൂജ നടത്താനായിട്ട്. അപ്പോൾ സമയം കൂടുന്തോറും അവിടെ മുഴുവനും നിറഞ്ഞു ആളുകൾ. ആ ചതുരഗിരിയിൽ ആ കോഴക്കർ ഗുഹയുടെ മുമ്പിൽ മുഴുവനും ആളുകൾ നിറഞ്ഞു. ഭയങ്കരമായിട്ട് പൂജ നടത്തി. ആ പൂജ നടത്തിയ ആളുകളെല്ലാവരും ആ ഗുഹയ്ക്കകത്ത് വന്ന് നമ്മളെ പാദ നമസ്കാരം ചെയ്യുകയും അവിടെ ഒരു പാത്രം വച്ചിരുന്നതിൽ നിറച്ചു നോക്കിയപ്പം പാത്രം നിറഞ്ഞു. പൈസ, രൂപ, നോട്ട് ഒക്കെ നിറഞ്ഞു. കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇറങ്ങണം. അവരെല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതൊക്കെ അത്ഭുതം നടന്നതുപോലെ ഇതൊക്കെ നടന്നു. അന്ന് രാത്രിയാണ് അവധൂതൻ്റെ പ്രത്യക്ഷപ്പെടൽ. നീയാ എങ്ക ഇരിക്കുക, ഇതുക്കുള്ളുക്ക് 5 തലയുള്ള സർപ്പമുണ്ട്, അതൊക്കെ താവളമാക്കും. ഇത് സ്വാമി വന്ന ഉടനെ പറയുന്നത്, ഇതിനകത്ത് 5 തലയുള്ള സർപ്പമുണ്ട്, അതിൻ്റെ താമസ സ്ഥലമാണ് ഇത്. വന്നോന്ന് വന്നില്ല, വരും. എൻ്റെ നല്ല ഉയരക്ക് പോയി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഈ പാത്രം നിറച്ച് പൈസ ഇരുന്നതിൽ ഞാൻ ഇങ്ങനെ കൈയിട്ട്
എത്രത്തോളം വാരാൻ ഒക്കുമോ അത്രയും വാരി അദ്ദേഹത്തിനോട് ഒമ്പടി എനക്കാ എന്ന് പറഞ്ഞ് അദ്ദേഹം അതുമായിട്ടൊന്ന് പോയി. അദ്ദേഹം പോയി കുറേ കഴിഞ്ഞപ്പോൾ ചൂടമൊക്കെ എടുത്ത് ഇങ്ങനെ കത്തിച്ച് ചൂടമിങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ചൂടം അങ്ങ് ചെതറിപ്പോയി. ആ പാത്രം അങ്ങ് ചെതറി ഈ കാഷായം പോലെയുള്ള പുതിയ കാഷായമാണ് അവിടെ വിരിച്ചിരുന്നത്. അതിൻ്റെ പുറത്താണ് ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഈ ചൂടം ചെതറി വീണ് ഒന്നിച്ച് തീ പിടിച്ചു. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ ഗുഹ മുഴുവൻ തീയായി. ഗുഹ മുഴുവനും തീ. ആ തുണി മൊത്തം ചെതറി വീണ് ഒന്നിച്ചങ്ങ് തീ പിടിച്ചു. ഞാൻ ഭാഗവതവും എടുത്തു, അവിടെ കത്തിച്ചു വച്ചിരുന്ന വിളക്കും മാറ്റി വെച്ചിട്ട് നോക്കി, മാറിയിരുന്ന് നോക്കിക്കൊണ്ട് നിന്നു. മൊത്തം തീ. അതിനുശേഷം പിറ്റേ ദിവസവും കൂടെ അതിനകത്തിരുന്നു. അന്നും വന്നില്ല. ആര്? മറ്റവൻ. 5 നില സർപ്പം വന്നില്ല. ആ സർപ്പം വരാതിരുന്നതിന് കാരണം ഈ അഗ്നിബാധയാണ്. ഒന്നുകിൽ അകത്തു നിന്ന് പുറത്തോട്ടിറങ്ങിയിട്ടില്ല, അകത്തായിരുന്നെങ്കിൽ പുറത്തോട്ടിറങ്ങിയിട്ടില്ല, പുറത്തു നിന്ന് അകത്തോട്ടും കയറിയിട്ടില്ല. പുറത്തുനിന്ന് അകത്തോട്ട് കയറാമെന്നപ്പം ഇവിടെ ഈ തരത്തിലുള്ള ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവവും ഉണ്ടായി. അത് കഴിഞ്ഞ് 3-ൻ്റെ അന്ന് 7 ദിവസമായത് 3 ദിവസം കൊണ്ട് ചുരുക്കി നമ്മളെല്ലാം കൂടെ ചുരുട്ടിക്കെട്ടി നേരെ ചതുരഗിരിയുടെ മുകളിൽ ചന്ദനനാഥൻ്റെ അടുത്ത് പോയി. അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ആണ് ഹിമാലയത്തിലേക്കുള്ള യാത്ര. അപ്പോൾ കാഷായം ആ ഗുഹയ്ക്കകത്ത് വെച്ച് പൂർണ്ണമായിട്ടും കത്തി. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെ ഗംഗോത്രിയിലെത്തി കയറിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്താ? ദർശനം. ശരീരം ഭിക്ഷാപാത്രമായിട്ട് മാറുകയും കാഷായം വന്ന് വീഴുകയും ചെയ്യും. അങ്ങനെ സന്യാസത്തിൻ്റെ ഭാഗവത സപ്താഹത്തിൻ്റെ ഈ 7 ദിവസവും ഗുരു നമ്മളെ കൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ മന്ത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സപ്താഹം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മുഴുവനും 200 പേജിൽ എഴുതിച്ചു. ആ ബ്രഹ്മചാരിയും എന്നോടൊപ്പമുണ്ട്. ബ്രഹ്മചാരി രാധാകൃഷ്ണനും ഉണ്ട് അദ്ദേഹത്തോ എന്നോടൊപ്പം. അപ്പോൾ ഞങ്ങൾ 2 പേരും അവിടെയുള്ള എല്ലാവരും ഈ മന്ത്രം എഴുതി ആ ബുക്കുകൾ മുഴുവനും നാരായണ പർവ്വതത്തിൽ കുഴി കുഴിച്ച് അവിടെ സ്ഥാപിച്ചു. നോക്കൂ, സന്യാസത്തിന് മുൻപ് ആ മന്ത്രം, നാരായണ മന്ത്രം, നാരായണ പർവ്വതത്തിൽ സ്ഥാപിച്ചു. സന്യാസം നടക്കുന്നതിന് തലേ ദിവസം മുമ്പ് അവിടെ ക്ഷേത്രം പണിഞ്ഞു. അപ്പം ഞാൻ പോകുമ്പോൾ സ്വാമിയുടെ അടുത്ത് പറഞ്ഞു, സ്വാമി ആത്മലിംഗം ഉണ്ട്. ആത്മലിംഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആത്മലിംഗം ഇവിടെ പ്രതിഷ്ഠിക്കാം നമുക്ക്. ഞാനത് കേട്ട പോലെ ഭാവിച്ചില്ല. ആത്മലിംഗം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കേട്ടതുപോലെ ഭാവിച്ചില്ല. അവസാന ദിവസം അവിടെ ക്ഷേത്രം, ഈ 7 ദിവസം കൊണ്ട് അവിടെ ക്ഷേത്രം പണിഞ്ഞു. കണ്ണാടി ഗ്ലാസ്സൊക്കെ ഇട്ട് ക്ഷേത്രം പണിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. ആത്മലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സന്യാസം വാങ്ങിച്ചു കഴിഞ്ഞു. സന്യാസം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആത്മലിംഗം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അത് ഗുരുദക്ഷിണയായിട്ട് ഞാനങ്ങ് കൽപ്പന ചെയ്തു. ആ ആത്മലിംഗം ആ ക്ഷേത്രത്തിൽ അടിത്തറയിൽ സ്ഥാപിച്ചു. അതിൻ്റെ മുകളിൽ ക്ഷേത്രം. നോക്കൂ, അവധൂതൻ പറഞ്ഞിരുന്നത് ഈ കല്ല് വാങ്ങിച്ചാൽ ക്ഷേത്രം പണിയാണ്. ഗംഗോത്രിയിൽ ക്ഷേത്രം പണിഞ്ഞു. അതാണ് സന്യാസത്തിൻ്റെ കഥ. അതുപോലെ നിങ്ങൾക്കും എന്തെല്ലാം സംഭവിക്കേണ്ടതായിട്ടുണ്ടോ അതൊക്കെ കൃത്യമായിട്ടും സംഭവിച്ചിരിക്കും. സംഭവിക്കേണ്ടത് എന്താണ്? ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല, എന്നെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ആ സർവേശ്വര ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് ആ നിലയിലേക്ക് നിങ്ങൾക്കും ഉയരാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. അതിനൊക്കെ
ഒരു പ്രേരണ എന്നുള്ള നിലയ്ക്കാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. നിങ്ങൾക്കും അതിലേക്ക് ഉയരുന്നതിനുള്ള ആഗ്രഹമുണ്ടായിരിക്കണം. ആഗ്രഹമുണ്ടായിരുന്നാൽ നിശ്ചയമായിട്ടും നടന്നിരിക്കും. ആ നില നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഒരു കാര്യം കൂടെ, എനിക്ക് സന്യാസം വാങ്ങിച്ച സമയത്ത് എന്നോടൊപ്പം സഞ്ചരിച്ച ആ ബ്രഹ്മചാരി രാധാകൃഷ്ണനും സന്യാസം കൊടുത്തു. രണ്ടുപേർക്കും ഒരേ സമയത്ത്. രണ്ടുപേർക്കും സന്യാസത്തിനുള്ള വസ്ത്രവുമായിട്ടാണ് എൻ്റെ സമീപത്ത് നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജൻ തിരുവനന്തപുരത്ത് നിന്നും 2 വെള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് തിരുവനന്തപുരത്ത് വെച്ച് 4 വെള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഡൈ ചെയ്ത് 4 വസ്ത്രങ്ങളും സഞ്ചിയിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ സമീപത്ത് നിന്ന് അത് പറഞ്ഞത്. സന്യാസത്തിന് വാങ്ങിക്കണമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചിക്കകത്ത് 4 കാഷായ വസ്ത്രം പുതിയത് ഡൈ ചെയ്തുണ്ടായിരുന്നു. അത് മറ്റൊരവസരത്തിൽ പറയാം. അതുകൊണ്ട് എന്തും നടക്കും. ആ ഭാവം മാത്രം നിങ്ങൾക്കുണ്ടായാൽ മതി. യദ്ഭാവോ തദ്ഭവതു. മുരുക.